ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തുനിന്ന് പാർവണ കുട്ടിയാണ് വരുന്നത്. വെൽക്കം പാർവണ ഓൺ സ്റ്റേജ്. ഹായ് ഹായ്. നല്ല രസമുണ്ടല്ലോ. Thank you. Oh, an executive style. Oh, you are coming from which place? എന്താ പറയുന്നേ? അല്ല എവിടുന്നാ വരുന്നേ? With coat and suit and this bubbles. Where you come from? എന്നാ മീനോട് ചേച്ചി ഞങ്ങള് പറയാം. What's your name? What's your name? നെയിം പാർവണ. നമ്മുടെ പാർവണ. ഓ ഞാൻ മറ്റേ ഓറഞ്ച് കൊടുത്ത് വലിയ ശരിയാക്കിയേ. അത് തന്നെ ഞാൻ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ടോ? കൊടുക്കാൻ വേണ്ടി വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നാരങ്ങ. പുളി പുളിയൊന്നുമില്ല. പുളിയില്ല പുളി. മാജിക് അല്ലേ? നല്ല മധുരം. ഭാഗ്യം. മഞ്ഞ നാരങ്ങ. തീരെ പുളി ഉണ്ടാവില്ല. അപ്പൊ ഒട്ടും കാണത്തില്ല. രണ്ടാമത്തെ പല്ലും വന്നു നോക്ക്. ചുമ്മാതാണോ ഇത്? ശരിക്കും ചിരിക്കുക. നോക്ക് കുറച്ചുകൂടെ വന്നാ മതി. ഞാനിത് കൊണ്ടുവന്ന നാരങ്ങ. മക്കളെ ഇന്ന് വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ടോ? ഫാമിലി വന്നിട്ടുണ്ട്. ഫാമിലിയോ? ഫാമിലി എന്ന് പറഞ്ഞ അർത്ഥം എന്തോ? കുടുംബം. അതിന് ഫാലിമി എന്നല്ലേ പറയുന്നത്? ഫാമിലി എന്നല്ലേ? അതെന്ത് സാധനം? അതിപ്പോ ഇറങ്ങിയൊരു സിനിമയാ ഫാലിമി. അപ്പൊ വിളിക്കുമോളെ വിളിക്കേ. നമ്മുടെ പാർവണ കുട്ടിയുടെ കുടുംബ വിശേഷങ്ങളിലേക്ക് പോവാം. വെൽക്കം. അപ്പൊ മക്കളെ ഇതാണ് മോടെ ഫാമിലി അല്ലേ? ഫാലിമി. ഫാമിലി. ഫാലിമി അല്ല ഫാമിലി. ഫാമിലി. ആ. എല്ലാവർക്കും മോളെ ഇഷ്ടമാണോ അതോ ആർക്കെങ്കിലും ഇതിനകത്ത് മോടെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ പിച്ചിയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആ നീലെ ഉടുപ്പിട്ട നീലയും വെള്ളയും ഉടുപ്പിട്ട ഇല്ല. അല്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞു വലിയ വാട്ടൊന്നും അല്ല. നിങ്ങൾ എന്തിനാ ഇതിനെ ഇവിടെ നിർത്തിയാക്കുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞ മണിച്ച് ഈ കുടുംബത്തിനെ ഇങ്ങനെ കൂട്ടി നിർത്തി ഒരു വഴക്കുണ്ടാക്കി എന്ത് രസം. കണ്ട് നല്ല രസിക്കാം അല്ലേ? MG ഞങ്ങളെ കുഞ്ഞാവനെ കണ്ടോ? ഞാനത് പറയാൻ വരികയായിരുന്നു. കാരണം എത്രയോ ദിവസം ഇവിടെ വന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ഞാനിപ്പോ നോക്കിയപ്പോ ഉണ്ട് കയ്യിൽ ഇങ്ങനെ ഇതിപ്പോ എത്ര ദിവസമായോ അതോ 1.5 മാസം. 1.5 മാസമായി. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? പെൺകുട്ടി. മോക്ക് ഇഷ്ടപ്പെട്ടോ? ആണോ? മോൾ എന്ത് പേരിടും? മോടെ മനസ്സിൽ വരുന്ന ഒരു പേര് പറ. ദേവരിയ. ദേവരിയ. അപ്പൊ മോടെ പേരുമായിട്ടൊരു സാമ്യം വേണ്ടേ? മോടെ പേരെന്തോ? പാർവണ. ആ പാർവണ. അപ്പൊ ദേവരിയ എന്ന് ഇട്ട് കഴിഞ്ഞ എങ്ങനെ? ദേവൂട്ടിന്ന് വിളിക്കാം. ദേവുട്ടിന്ന് വിളിച്ചോളൂ. പാവച്ചൊരു ഒരെണ്ണം വേണ്ടേ? പാവച്ച്. പാർവണ. പാർവതിയ. ആകാം. വേണം. ഈ അമ്മ വിടൂല. പിന്നെ എന്തുകൊണ്ട് പറയൂ വിശേഷം എന്തൊക്കെ? നല്ല വിശേഷം. ഇവിടെ എത്താൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. പാറൂട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് സിംഗർ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അച്ഛൻ ആണല്ലോ, വൈഫിന്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതൽ സ്ഥിരമായിട്ട് വീട്ടിൽ കാണുമായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് മോള് വളർന്നത്. അപ്പോൾ മോള് കുറച്ച് പാടാൻ പറ്റും കഴിവുണ്ട് എന്ന് തോന്നിയ സമയത്ത് തന്നെ ആദ്യം പറഞ്ഞത്, അല്ല അച്ഛൻ്റെ ഒരു ആഗ്രഹം തന്നെ പറഞ്ഞത് മോള് ടോപ്പ് സിംഗറിൽ പാടണം എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം സഫലമായതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ വൈഫിൻ്റെ ഒരു ജീവിതാഭിലാഷം എന്ന് തന്നെ പറഞ്ഞത് ടോപ്പ് സിംഗറിൽ പാടിക്കണം എന്നായിരുന്നു. അപ്പോൾ ഇവിടെ സെലക്ഷൻ കിട്ടിയപ്പോൾ എൻ്റെ ജീവിതാഭിലാഷം പൂർത്തിയായി എന്ന് ഞാനാണ് പറഞ്ഞത്. ഇതൊക്കെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞോളൂ, താങ്കൾ തന്നെ പറഞ്ഞോളൂ. അത് ബിന്ദു ഇളയമ്മയാണ്, അടുത്ത് സുജിത ഇളയമ്മ, പിന്നെ അടുത്തത് ഷീജ ടീച്ചറാണ്, പാറൂട്ടിയുടെ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ മാമനാണ്, മുമ്പ് നിതിൻ വന്നിരുന്നു. പിന്നെ അമ്മ, വൈഫിന്റെ അമ്മ, അതിനിപ്പം നിൽക്കുന്നത് എൻ്റെ അമ്മ. പിന്നെ ഇളയമ്മയുടെ മോനാണ് വൈഷ്ണവ്. പിന്നെ വൈഫ് അറിയാം, ഇത് ഏട്ടൻ്റെ മോളാണ്, ഇത് ഏട്ടൻ്റെ മോൻ വേദിക പ്രിയേഷ്, ഇത് ഹർഷത് പ്രിയേഷ്. ഈ നടുക്ക് നിൽക്കുന്നത് എൻ്റെ പെങ്ങളുടെ മോളാണ് അൻവിത. രണ്ടാമത് നിൽക്കുന്നതാണ് പെങ്ങള്. അതിനപ്പുറം നിൽക്കുന്നത് സുമിന എന്നാണ് പേര്, എൻ്റെ ഇളയമ്മയുടെ മോൻ്റെ ഭാര്യയാണ്. അതിനിപ്പുറം നിൽക്കുന്നത് ഇളയമ്മയാണ്, വനജ ഇളയമ്മ. കയ്യിലുള്ളത് ബദ്രിക്കുട്ടൻ, അവിടെ മോനാണ്. പിന്നെ ഇത് ഏട്ടൻ്റെ ഭാര്യ ഏടത്തിമ്മയാണ് വീണ. ഇത് അച്ഛൻ ഗണേശൻ എന്നാണ് പേര്. അപ്പം എന്തു പറയുന്നു? കാരണം ചിരകാല അഭിലാഷമായിരുന്നു കൊച്ചുമോള് ഈ വേദിയിൽ പാടണം എന്നുള്ള ടോപ്പ് സിംഗർ വേദി.
അതെ, എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത്. ഈ സീസൺ തുടക്കം മുതൽ കാണുമായിരുന്നു. എല്ലാം season ഞാൻ 1 മുതൽ. കാണുമായിരുന്നു. എല്ലാം കാണും. മോളെ കാണിക്കുമായിരുന്നു ഇത്. മോളെ കാണിക്കും. മോളെ കാണിക്കും. എല്ലാ പാട്ടും ഞാൻ കേൾപ്പിക്കുകയും ചെയ്യും മോളെ. അപ്പൊ അങ്ങനെ മോളിലൊരു ഒരു എന്താണ് ഒരു അഭിലാഷം വന്നല്ലേ? ചെറിയ കുഞ്ഞ് ഓൾ വർത്തമാനം പറയാൻ തുടങ്ങി ആ സമയത്ത് തന്നെ പാടാൻ തുടങ്ങിയത്. ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പൊ ഈ ടോപ്പ് സിംഗർ കൊണ്ട് ഒരുപാട് അല്ലേ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷനാണ് ടോപ്പ് സിംഗർ. അതിനുശേഷം വെറും പാവമാണ്, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആരാണ് ഈ കലാവാസന ഉള്ള മറ്റ് ആരെങ്കിലും ഒരാളുണ്ട്? ഷീജ ടീച്ചർ ഒരു കവിത പാടും. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങ് കിടപ്പിതോർത്താൽ. ലാളിച്ചു പെറ്റലത അൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. താങ്ക് യു സർ. ഞങ്ങളുടെയൊക്കെ പ്രായത്തിനേക്കാളും മുമ്പുള്ള പാട്ട് ഈ മോളെടുത്ത് പാടുന്ന നിൽക്കുമ്പോൾ ശരിക്കും അന്തം വിട്ട് ഇരിക്കാറാണ് പതിവ്. ഞങ്ങളും അത് വിട്ട് ഇപ്പൊ ഇത് അതില്ല ഇപ്പൊ ഞങ്ങളുടെ പഴയ പാട്ടുകളൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല ഒരു പുതിയ തലമുറയ്ക്ക് ഇതുപോലത്തെ കൊച്ചു കുട്ടികള് ഇപ്പം ഇദ്ദേഹം പറഞ്ഞില്ലേ കൊച്ചിലേ തൊട്ട് പാടി ഇങ്ങനെ കേൾപ്പിച്ച് അതിനൊരു ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി ടോപ്പ് സിംഗറിൽ വരണം എന്നുള്ളൊരു അല്ലേ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി വന്നു. ഇതുപോലെ എത്രയോ കുട്ടികൾ വെളിയിൽ നിൽപ്പുണ്ട്. അപ്പൊ ഈ മോള് പാടുന്ന കേൾക്കുമ്പോഴാണ് വെളിയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അയ്യോ എനിക്കും വരണം എന്നുള്ള ഇത് വരുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മളൊക്കെ ഒരു 4 ദിവസം വീണ്ടും ആ പാട്ട് പാടിക്കൊണ്ടിരിക്കും അതിന് ശേഷം അത് കേട്ട് കഴിഞ്ഞാല്. എന്തൊക്കെയാലും മോക്കൊരു കുഞ്ഞുമാവയും കൂടെ ആയാലും ഇപ്പൊ കളിപ്പിക്കാൻ അല്ലേ? ഇനി അടുത്ത ഒരു പുതിയ സീസണുള്ള ഒരു സംഭവമാണ്. അതെ, അപ്പൂപ്പന് ഒരു ജോലിയും കൂടെ ആയി, ഒരു കുഞ്ഞിനെ കൂടെ പാട്ട് കേൾപ്പിക്കാം. വരട്ടെ. കാരണം കുടുംബത്തിൽ നിന്ന് വേറൊന്നും അല്ലല്ലോ, സംഗീതമല്ലേ. സംഗീതം നന്മയുടെ പ്രതീകമാണ്. അപ്പോൾ എന്താണ് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. എല്ലാവരും പാടൂ, എല്ലാവരും പാടി ഈ ടോപ്പ് സിംഗേഴ്സ് സീസൺ 5, 6, 7 ഇതിലൊക്കെ വരട്ടെ. ഓക്കെ, എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.